ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആ ജോലിക്കാരിയോട് പോലീസുകാർ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെങ്ങ് എപ്പോഴാണ് വെച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ വേലക്കാരിയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ കല്യാണി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറേ നാളുകൾക്ക് മുമ്പ് വെച്ചതാണ് എന്നൊക്കെ പറയണമെന്ന്. പക്ഷേ ഇങ്ങനെ ജോലിക്കാരിങ്ങനെ നോക്കിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്താ ആലോചിക്കുന്നത് എന്ന് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സാറേ ഞാൻ ഈ തെങ്ങും തൈ എപ്പോഴാണ് വെച്ചതെന്നിങ്ങനെ ആലോചിക്കായിരുന്നു. എന്താ നിങ്ങൾക്ക് ഓർമ്മയിട്ടില്ലേ? അയ്യോ എൻ്റെ സാറേ അത് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല സാറേ, അതെപ്പോഴാണ് വെച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് ശരി, അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെയാണ് ജോലി ചെയ്തത്, ഇത്രയും ഓർക്കാൻ വേണ്ടി ഇത്ര വലിയ ഇതുണ്ടോ? കാരണം കാർത്തികയുടെ കല്യാണത്തിന് മുമ്പാണോ പിൻപാണോ എന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനോട് ഉത്തരം തരിക നിങ്ങൾക്ക് പറഞ്ഞാലെന്താ? അയ്യോ സാറേ അതാ പറഞ്ഞത് സാറേ, ഈ ഇടയായിട്ട് കുറച്ച് മാറി കേൾക്കേണ്ട എനിക്ക്, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല സാറേ, സത്യം പറഞ്ഞാണ് ഞാൻ. ശരി, വേണ്ട വിധത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ അവിടെ നേരെ മുന്നോട്ട് പോവുകയാണ്. വേലക്കാരിയാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ നേരെ ഇവരുടെ പിന്നാലെയും. അങ്ങനെ ഇവർ ജീപ്പിലേക്ക് കയറുകയാണ്. ജീപ്പിലേക്ക് കയറുമ്പോഴും ഈ CI നേരെ നമ്മുടെ ജോലിക്കാരിയെ നോക്കുക. ജോലിക്കാരി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ ഒരു തുറപ്പിച്ചൊരു നോട്ടം. ജോലിക്കാരിയാണെങ്കിൽ ഇവരെയും ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, എൻ്റെ വായിൽ നിന്ന് സത്യങ്ങളൊന്നും വരാതിരുന്ന് നന്നായി, വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാനായിരുന്നു, കല്യാണി മോളാണെങ്കിൽ എന്നെ കുറ്റവും പറഞ്ഞാനായിരുന്നു എന്നിങ്ങനെ ഇവരിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേലുവിനോടും അതേപോലെ തന്നെ ഈ രതീഷിനോടൊക്കെ ഈ പോലീസുകാരൊക്കെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ പെരുമാറുകയാണ്. കാരണം സത്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി വേലുവിനോട് 2 കൊടുത്തിട്ടുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ CIയും ബാക്കിയുള്ള പോലീസുകാരും കൂടി ഈ തോട്ടക്കാരൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരാണ് തെങ്ങും തൈയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പോലീസുകാർ വരുന്നുണ്ടെപ്പോഴേക്കും എന്താ സാറുമാരെ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, നിങ്ങളിവിടെ നല്ല തൈകളെല്ലാം കൊടുക്കുമല്ലേ? അതെ സാറേ, ഞങ്ങളിവിടെ നല്ല തൈകൾ മാത്രമേ കൊടുക്കുള്ളൂ, ആരും ഞങ്ങളെക്കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ആഹാ, അപ്പോൾ തേങ്ങയ്ക്കും ഒക്കെ ഒരുപാട് വിലയായതുകൊണ്ട് തെങ്ങിൻ തൈക്കൊക്കെ നല്ല വില കാണുമല്ലോടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം വിലയുണ്ട് സാറേ, പക്ഷേ സാറുമാരൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വില കുറച്ച് തരാം. എന്താ സാറുമാരെ എടുക്കുന്നുണ്ടോ തെങ്ങിൻ തൈ എന്ന് ചോദിക്കുമ്പോൾ തെങ്ങിൻ തൈ എടുക്കാനല്ല ഞങ്ങൾ വന്നത്, പക്ഷേ ഈ ഇടയ്ക്ക് ഒരു തെങ്ങിൻ തൈ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട്, അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് എന്ന് പറയണം. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഈ RS കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD കിരണിനെ നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ, കിരൺ സാറെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ ആ കിരൺ സാറ് നിങ്ങളോട് ഒരു തെങ്ങിൻ തൈ മേടിച്ചായിരുന്നു ഈ ഇടക്കെങ്ങാനും? തെങ്ങിൻ തൈ മേടിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കിരൺ സാറല്ല ഞങ്ങളോട് തെങ്ങിൻ തൈ മേടിച്ചത്, പക്ഷേ രതീഷ് എന്ന് പറഞ്ഞ ഒരാളില്ലേ അവിടെ, അതായത് കിരൺ സാറിൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് രതീഷ്, ആ രതീഷ് വന്നാണ് ഇവിടെ തെങ്ങിൻ തൈ മേടിച്ചുകൊണ്ട് പോയതെന്നൊക്കെ പറയാം. ഓ അത് ശരി, അപ്പോൾ രതീഷ് വന്നാണ് തെങ്ങിൻ തൈ മേടിച്ചതല്ലേ? അതെ സാറേ, രതീഷ് വന്നാണ് തെങ്ങിൻ തൈ മേടിച്ചത്. അല്ല, ഈ തെങ്ങിൻ തൈയില്ലേ എപ്പോഴാണ് മേടിച്ചത്? ഈ ഇടക്ക് വല്ല ആണോ തെങ്ങിൻ തൈ മേടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ ജോലിക്കാരൻ, ഈ തോട്ടക്കാരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ദൈവമേ, അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം മുമ്പാണ് തെങ്ങിൻ തൈ മേടിച്ചെന്ന് പറയാൻ വേണ്ടിയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു എപ്പോഴാണ് മേടിച്ചതെന്ന്. അത് സാർ, പിന്നെ സാറേ ഒരു 3 മാസം മുമ്പാണ് തെങ്ങിൻ തൈ മേടിച്ചത്. ഓ അത് ശരി, അപ്പോൾ 3 മാസം മുമ്പാണ് തെങ്ങിൻ തൈ മേടിച്ചല്ലേ? അതെ സാറേ, 3 മാസം മുമ്പാണ് തെങ്ങിൻ തൈ മേടിച്ചത്. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല, ആ തെങ്ങിൻ തൈ എപ്പോഴാണ് മേടിച്ചെന്നറിയാനുള്ളൊരു ആകാംക്ഷ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ വന്ന് നിങ്ങളോട് ചോദിച്ചത്. ഏതായാലും നിങ്ങളുടെ നാവിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞല്ലോ, നന്നായി. അപ്പോൾ തെങ്ങിൻ തൈ മേടിച്ചത് 3 മാസം മുമ്പാണ്, ഉറപ്പാണല്ലേ അല്ലേ? ഉറപ്പാണ് സാർ, ഈ ഇടക്കൊന്നുമല്ല, 3 മാസം മുമ്പാണ് ആ തെങ്ങിൻ തൈ മേടിച്ചത് എന്നിങ്ങനെ പറയാം. അപ്പോൾ അത് ഇയാളുടെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ അവിടെ നിന്ന് പറയുകയാണ്. അപ്പോൾ പോലീസുകാർ പോവുകയും ചെയ്യണം. അപ്പോൾ ഇയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, ഇതിലെന്തൊക്കെയോ ഗൂഢാലോചനയുണ്ട്. ഇനി അവന്മാരുടെ മുന്നിലേക്ക് ചെന്നിട്ടേ കാര്യമുള്ളൂ. അതായത് അവന്മാരെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കണം, ആ രതീഷിനെയും അതേപോലെ തന്നെ
വേലുവിനെയും കൊണ്ട് സത്യം പറയിപ്പിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ പോലീസുകാർ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വേലു ആണെങ്കിൽ വല്ലാത്തൊരു അവശതയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വേലുവിനിട്ട് നല്ലത് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വേലു അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ പറയാം, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ സത്യം പറയണം. നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇത് വലിയൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. പിന്നെ നിങ്ങളുടെ കിരൺ സാറിനെ ഞാൻ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിടും. കിരൺ സാറെ അറസ്റ്റ് ചെയ്യും ഞങ്ങൾ. എന്നിട്ട് ലോക്കപ്പിൽ നിങ്ങളോടൊപ്പം കൊണ്ടുവന്നിടും. അതുകൊണ്ട് സത്യം പറഞ്ഞില്ലെങ്കിൽ പണി പാളുവേ. നിങ്ങളാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് ശരിക്കും വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് എന്താണ് ഏത് സംഭവിച്ചു, ഗംഗാപ്രസാദ് എവിടെ, അവൻ മരണപ്പെട്ടെങ്കിൽ നിങ്ങൾ എവിടെ കൊണ്ട് കുഴിച്ചിട്ടു, ഇതാണ് ഞങ്ങൾക്കറിയേണ്ട കാര്യം. നിങ്ങൾ പറയുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ കിരണിനെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്ന് പറയിപ്പിക്കണം എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ വേലു ആണെങ്കിൽ, അയ്യോ എൻ്റെ പൊന്നു സാറേ, കിരൺ സാറ് ഒന്നും ചെയ്തിട്ടില്ല സാറേ, കിരൺ സാറ് ഒരു കൊലപാതകവും ചെയ്തിട്ടില്ല സാറേ എന്ന് പറയണം. ഓ, അപ്പോൾ നിങ്ങളുടെ കിരൺ സാറ് ഒരു കൊലപാതകവും ചെയ്തിട്ടില്ല, പിന്നെ ആരാ ചെയ്തത്? പറ, ആരാണ് ആ കൊലപാതകം ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ രതീഷിനും ആകെ പേടി തോന്നുന്നുണ്ട്. വേലുവിന് സത്യങ്ങൾ മുഴുവനും പറയോ എന്നുള്ളൊരു പേടിയാണ് രതീഷിന്. അപ്പോൾ വേലു ആണെങ്കിൽ ആകെ വിറച്ച് നിൽക്കണം. പറയടാ, ആരാടാ ഈ കൊലപാതകം ചെയ്തത്? അത് പിന്നെ സാറേ, ഞാനാ കൊലപാതകം ചെയ്തത് എന്ന് പറയാണ്. ഓ, അത് ശരി, അപ്പം നീയാണ് ആ കൊലപാതകം ചെയ്തത് അല്ലേ? നീ കുറ്റം സമ്മതിച്ചെടുത്തോളം പിന്നെ എനിക്ക് കിരണിനെ ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നീ കൊലപാതകം ചെയ്തു എന്ന് കുറ്റം സമ്മതിച്ചു. അതേ സാറേ, ഞാനാണ് ആ കൊലപാതകം ചെയ്തത്. പറ, ഇനി എങ്ങനെയാണ് നീ ആ കൊലപാതകം ചെയ്തത്? എങ്ങനെയാണ് എന്ന് വ്യക്തമായൊരു കാരണം ഞങ്ങൾക്ക് കിട്ടണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, സാർ അത് പിന്നെ എൻ്റെ അമ്മാവനെ കൊന്നതിൻ്റെ പക ഞാൻ തീർത്താണ് സാർ എന്ന് പറയാം. ഓ, നിൻ്റെ അമ്മാവനെ കൊന്നതിൻ്റെ പക നീ തീർത്താണല്ലേ? അതാ ചോദിച്ചത്, നീ എങ്ങനെയാണ് അവനെ കൊന്നതെന്ന്. അത് പിന്നെ സാർ, അന്ന് ആ കല്യാണ പന്തലിലെ ഓഡിറ്റോറിയത്തിൽ വന്നായിരുന്നു സാർ. വന്നപ്പോൾ അവൻ അവശ നിലയിലായിരുന്നു വന്നത്. അങ്ങനെ ഞാൻ മറിഞ്ഞിരുന്ന് അവൻ്റെ തലക്കിട്ട് കമ്പി വെച്ച് അടിക്കുകയായിരുന്നു സാർ. അങ്ങനെ ആ ഒരു രംഗം അവിടെ കാണിക്കുകയാണ്. അങ്ങനെയാണ് സാർ അവൻ മരിച്ചത്. അത് ശരി. അപ്പോൾ അവനെ ആദ്യം മരിക്കുന്ന പരുവമാക്കിയായിരുന്നു കിരൺ. അതിനുശേഷമാണ് നീ കമ്പി വടി വെച്ച് അവൻ്റെ തലക്കിട്ട് അടിച്ചത്. അതോടെ അവൻ്റെ കാറ്റ് തീർന്നു അല്ലേ? അല്ല വേലു, നീ അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്? അതെ സാറേ, അങ്ങനെ തന്നെയാണ് സാറേ സംഭവിച്ചത്. അല്ലാതെ വേറൊരു രീതിയിലല്ല. കിരൺ സാറ് ഒന്നും ചെയ്തിട്ടില്ല. ശരി, അപ്പോൾ നീയാണ് ഈ കൊലപാതകം ചെയ്തത്. ശരി, ഓക്കെ. ഏതായാലും നല്ല ശിക്ഷ തന്നെ ആയിരിക്കും. എന്തായാലും നീ തന്നെയാണ് ഒന്നാം പ്രതി. കിരൺ അപ്പോൾ അതിൽ രണ്ടാം പ്രതിയാണെന്ന് ഞങ്ങൾക്ക് കണക്ക് കൂട്ടേണ്ടി വരും എന്നൊക്കെ പോലീസുകാർ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. രതീഷ് ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുക. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും രതീഷ് ചോദിക്കണ, വേലു നീ പറഞ്ഞ സത്യമാണോ? നീയാണോ ഗംഗാപ്രസാദിനെ തലക്കെട്ടടിച്ചത്? ഇല്ല സാറേ, അത് പിന്നെ കിരൺ സാറിനെ രക്ഷിക്കാൻ വേണ്ടി ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാനല്ല ഗംഗാപ്രസാദിനെ തലക്കെട്ടടിച്ചത്. ഇത് വല്ലാത്തൊരു ഇതായി പോയല്ലോടാ. ഇനിയിപ്പോൾ അവരിനി എന്തൊക്കെ പെരുമാ, നീ എന്തിനാണ് അങ്ങനെ പറയാനായിട്ട് പോയി? നീ അതൊന്നും പറയണ്ടായിരുന്നോടാ വേലു. പക്ഷേ സാറേ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കിരൺ സാറെ ഇവിടെ പിടിച്ചുകൊണ്ട് വരും. കിരൺ സാറിന് ഒരുപാട് അടിക്കും. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ കല്യാണി ചേച്ചിക്കാണെങ്കിൽ ഇങ്ങനൊരു ആപത്തും പറ്റി കിടക്കുകയല്ലേ. ആ സമയത്ത് കിരൺ സാറെ ലോക്കപ്പിലേക്ക് കൊണ്ടുവന്നിടുന്നത് അത് വല്ലാത്തൊരു കാര്യം തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അമ്മാവന് വേണ്ടി ഞാൻ ഈ കുറ്റം ഏറ്റെടുത്താന്ന് മാത്രം ഞാൻ കരുതിക്കൊള്ളാം സാറേ എന്നിങ്ങനെ വേലു പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരണിനെ കാണിക്കുകയാണ്. കിരൺ ഹോസ്പിറ്റലാണ്. അപ്പോൾ കിരൺ കാദംബരിയോട് പറയാണ്, കാദംബരി എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകണം. അയ്യോ, എന്താ കിരൺ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, വേലുവിനെ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. വേലുവിനെ പിടിച്ചുകൊണ്ട് പോയോ? എന്തിനാണ് ഇപ്പോൾ അവർ വേലുവിനെ പിടിച്ചുകൊണ്ട് പോയത്? കാദംബരി, നീ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കാദംബരി. അത് നിന്നോട് എനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റില്ല. ചില കാര്യങ്ങളെല്ലാം നമ്മുടെ കല്യാണിയെയും അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഭയങ്കര മനോവിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചത്. എനിക്ക് സ്റ്റേഷൻ വരെ പോയേ മതിയാവുള്ളൂ. പിന്നെ അറിയാലോ, ഇവിടെ കല്യാണിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. കല്യാണിക്ക് ഒരു സംശയം വരാൻ പാടില്ല. ഞാൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വർക്കിനായിട്ട് പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാണ്ട് സ്റ്റേഷനിലേക്ക് പോയതാണോ, ആ വേലുവിനെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെയൊന്നും നീ കാദംബരി നീ പറയാനായിട്ട് നിൽക്കരുത്. ഇല്ല കിരൺ സാറേ, ഞാൻ പറയില്ല. ശരി, എങ്കിൽ പിന്നെ ഞാൻ പോവാണ് കാദംബരി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാദംബരിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുക. അങ്ങനെ കിരൺ നേരെ സ്റ്റേഷനിൽ പോയി സിഐയുടെ മുന്നിൽ നിൽക്കുക. നിന്ന് കഴിഞ്ഞപ്പോഴേക്കും കിരണേ, ഇനി പറ കിരണേ, ഗംഗാപ്രസാദ് എവിടെ?
അവൻ്റെ ബോഡി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിരൺ ഒന്നും മിണ്ടുന്നില്ല. വേലുവേ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വേലു കുറ്റം സമ്മതിച്ചു. വേലുവാണ് ഗംഗാപ്രസാദിനെ തലക്കടിച്ച് കൊന്നതെന്ന് വരെ അവൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അവൻ തലക്കടിച്ച് കൊല്ലുന്നതിന് മുമ്പ് തന്നെ കിരൺ അവനെ ഇടിച്ചിടിച്ച് ഇഞ്ച പരുവമാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്നായിരിക്കും അവനെ കുഴിച്ചു മൂടിയിട്ടുണ്ടാവുക. അതെവിടെ, എങ്ങനെ, എന്തിനു വേണ്ടി, ഇതൊക്കെ എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ കിരൺ, അത് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കിരണാണെങ്കിൽ ശരിയാണ് സാറേ, ഞാൻ തന്നെയാണ് അവനെ ഇടിച്ചത്, അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതാ പറഞ്ഞത്, അവൻ്റെ ബോഡി എവിടെ, നിങ്ങൾ എവിടെ കൊണ്ടാണ് കെട്ടി താഴ്ത്തിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സാറേ ഇനി അവനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞങ്ങൾ പറയുന്നത് കള്ളത്തരമാണെന്ന് നിങ്ങൾ പറയുള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ സാറേ, അത് അന്ന് കല്യാണം നടക്കുമായിരുന്നല്ലോ. അപ്പോൾ കല്യാണി ഞങ്ങളെല്ലാവരെയും അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, ഞങ്ങൾ എവിടെ പോയെന്ന് അറിയാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾക്കൊരു സംശയം തോന്നാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ ബോഡി ഞങ്ങൾ അവിടെ തന്നെ ഇട്ട് നേരെ കല്യാണം കൂടാനായിട്ട് പോയി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു സാറേ അന്ന്. അപ്പോൾ ആ സമയത്ത് പിന്നീട് ഞങ്ങൾ തിരിച്ചു നോക്കിയപ്പോഴേക്കും അവിടെ ബോഡി കാണാനില്ല. ആ ബോഡി എവിടെ പോയെന്ന് പോലും അറിയില്ല. അത് ശരി, അപ്പോൾ ആ ബോഡി എവിടെ പോയെന്ന് നിങ്ങൾക്ക് അറിയില്ല? ഇല്ല സാറേ, അവിടെ ബോഡി എവിടെ പോയെന്ന് അറിയില്ല. അങ്ങനെ ബോഡി അവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും അവിടുത്തെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ ആ ബോഡി മാറ്റിയിട്ടുണ്ടാവുക. സാറേ ശരിയായിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ താൻ പറയുന്ന മുഴുവൻ കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേലു എന്നോട് പറഞ്ഞത് അവനെ പുഴയിൽ മുക്കി താഴ്ത്തിന്നാണല്ലോടോ പറയുന്നത്. ഇത് കേട്ട കിരണാണെങ്കിൽ എൻ്റെ ദൈവമേ, അപ്പോൾ വേലു സത്യങ്ങളൊന്നും ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല, നടന്ന സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്താടോ വേലു അങ്ങനെ പറഞ്ഞത്? സാറേ വേലു എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വേലു അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. എടോ തൻ്റെ ഈ പറച്ചിലിനൊന്നും അത്ര തൃപ്തി പോരല്ലോടോ. താൻ ശരിക്ക് ഈ ഗംഗാപ്രസാദിനെ ഇടിച്ചിടിച്ച് കൊന്നതെന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്നിട്ട് അവൻ തലക്കെട്ടടിച്ച് അവൻ കുറ്റം ഏറ്റെടുത്തു. ഇതല്ലേടോ സംഭവിച്ചത്? താനെ ലോക്കപ്പിൽ കിടക്ക് സാറേ, ദയവ് ചെയ്തന്നെ ലോക്കപ്പിലാക്കരുത് സാറേ. കാരണം സാറിന് അറിയാലോ കല്യാണിയുടെ അവസ്ഥ. കല്യാണി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഞാൻ ലോക്കപ്പിലൊക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വീണ്ടും തകർന്നു പോകും. അതുകൊണ്ട് സാറ് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയെങ്കിലും സാറിന് ലോക്കപ്പിൽ അടക്കരുത്. പറ്റില്ല. നിയമം തന്നെയാണ്. ജാമ്യമില്ലാത്ത കേസാണ് താൻ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പുറത്ത് വിടുന്ന പ്രശ്നമില്ല. 2 കിടപ്പുണ്ട് ലോക്കപ്പിൽ. അതേപോലെ തന്നെ താനും ലോക്കപ്പിൽ തന്നെ കിടക്ക്. നിയമം കയ്യിലെടുക്കാൻ തനിക്ക് ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് താൻ അവിടെ ഗംഗാപ്രസാദിനെ ഇടിച്ചു കൊന്നു. ആ സമയത്തെങ്കിലും ഞങ്ങളെ വിവരം അറിയിക്കണമായിരുന്നു. പക്ഷേ അതൊന്നും അറിയിക്കാതെ ഇത്രയും ദിവസം നിങ്ങൾ മുന്നോട്ട് പോയി കള്ളത്തരങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഇതൊക്കെ സഹിച്ചു നിൽക്കണമെന്നാണോ? ഒരിക്കലുമില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ കിരൺ, നിങ്ങൾ ചെല്ല്. അപ്പോൾ വേറൊരു പോലീസുകാരനോട് നേരെ കിരണിനെ ലോക്കപ്പിലാക്കാൻ പറയുകയാണ്. അങ്ങനെ കിരണിനെ ലോക്കപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും രതീഷും വേലു ലോക്കപ്പിൽ തന്നെയുണ്ട്. അപ്പോൾ വേലു പറയണം, അയ്യോ ഇത് സാറ് എന്തിനാണ് ലോക്കപ്പിൽ അടക്കുന്നത്? സാറ് വലിയ കമ്പനിയിലെ മുതലാളിയൊക്കെ അല്ലേ. അപ്പോൾ സാറ് ഇവിടെ കിടന്ന് ഞാൻ നാണക്കേടാവില്ല എൻ്റെ സാറേ എന്നൊക്കെ CIയോട് ഈ പോലീസുകാരോട് പറയാം. ഇത് കേട്ടപ്പോഴേക്കും ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഏത് കൊമ്പത്തെ ആളാണെങ്കിലും നിയമത്തിൻ്റെ വഴി തന്നെ പോകും. ലോക്കപ്പിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ ലോക്കപ്പിൽ തന്നെ കിടക്കണം. ഇത് കേട്ട കിരണാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, ഞാൻ ഇവരോടൊപ്പം ലോക്കപ്പിൽ തന്നെ കിടന്നോളാം, സാറേ എന്നെ കയറ്റിയാട്ടെ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ കിരണെ ആണെങ്കിൽ ലോക്കപ്പിലേക്ക് കയറ്റി താക്കോലിട്ട് പൂട്ടിയിട്ട് ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും വേറെ ചോദിക്കണം, എന്തിനാ സാറേ സാറല്ല സാറ് പുറത്ത് നിൽക്കേണ്ടതാണ് സാറേ, ഞങ്ങളെല്ലാം അകത്ത് കിടക്കേണ്ടത്. വേണ്ട വേലു, നിങ്ങളാണ് പുറത്ത് കിടക്കേണ്ടത്. കാരണം ഞാൻ അകത്ത് കിടക്കേണ്ടത്, ഞാനല്ലേ ഈ കൃത്യം ചെയ്തത്. പിന്നെ എന്തിനാണ് വേലു നീ എന്തിനാ പറഞ്ഞത്? നീയാണ് ഇരുമ്പൊടി ചെന്ന് തലക്കെട്ടടിച്ചെന്നൊക്കെ നീ എന്തിനാ പറഞ്ഞത്? സാറെന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? സാറേ ഞാൻ അവനെ കൊന്നേന്നാ പറഞ്ഞത്. നീ എന്തിനാണ് വേലു അങ്ങനെയൊക്കെ പറയാനായിട്ട് പോയത്? അപ്പോൾ രതീഷ് ആണെങ്കിൽ സാറേ അവൻ തലക്കെട്ടടിച്ചെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അവൻ അത് ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. കണ്ടോ, നീ അത് ചെയ്തിട്ടില്ല. പക്ഷേ രതീഷ് ഇങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ ആ ഗംഗാപ്രസാദ് പോകുന്ന വഴിയിൽ അവിടെ ഒരു പാറക്കല്ലുണ്ടായിരുന്നല്ലോ, അതിൽ തല അടിച്ച് മരിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ,
അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇവൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കയറി പറയുന്ന ആര് കണ്ടു? എടാ, നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ആരുടെ സഹതാപവും പ്രകടനവും ഒന്നും വേണ്ട. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ ഏറ്റെടുത്തോളാം, അതിനെനിക്കൊരു കുഴപ്പമില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീഗിൻ. ബൈ.